ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഗൈസ് നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ പൊയ്യിലൊക്കെ പോയി ഞങ്ങൾ നോമ്പും പണിയൊക്കെ ഏകദേശം 3/4 കഴിഞ്ഞു എന്നൊക്കെ പറയല്ലേ. അൽഹംദുലില്ലാ, അതങ്ങനെ ഒരു വിധത്തിൽ കഴിഞ്ഞിട്ടാണ്. പ്ലീസ് അതിനെ പറ്റി ഗൈസ് നമുക്ക് ഓർമ്മിക്കാൻ വയ്യ. കാരണം അങ്ങനെ വയ്യാതായിക്കണ് ഗൈസ്. നമുക്കൊന്ന് കാലും കയ്യൊന്നും ഇങ്ങനെ അതിന് വരെ വെച്ച ജിമ്മിനൊന്നും പോകേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഗൈസ് എടുത്ത പണി സാധനങ്ങള് മുറ്റത്തൊക്കെ ഏകദേശം എല്ലാം കയറ്റി എല്ലാം. ഇപ്പൊ ഉമ്മ അവിടെ നിൽക്കണ തോരയിടാണ്. അതായത് ഞങ്ങളിപ്പോ പൊയ്യിന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങള്, ഡ്രസ്സ്, തുണികളൊക്കെ ഉണ്ടായിന്. തിരുമ്പാൻ കുറച്ചുണ്ടായിന്. അപ്പോൾ അതുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഉണക്കി ഇട്ടിക്കുകയാണ്. പിന്നെ വെക്കണ ഗൈസ് ഇവിടെ കണ്ടില്ലേ, ഇത് നമ്മളൊന്നും കാട്ടിയിട്ടില്ല. ഇത് പാത്രങ്ങളാണ്. ഡ്രസ്സൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ തോരട്ടു. അതായത് ഞങ്ങളല്ല ഗൈസ്, ഇമ്മയാണ് തോരട്ടത്. ഇമ്മ അവിടെ തോരട്ടിക്കണ്. ഇനിയുള്ള പാത്രങ്ങളാണ്. അത് നാളെ ഗൈസ് നമ്മള് നാളെ നോമ്പെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ മറ്റന്നാൾക്ക് നീട്ടി കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടി. അപ്പൊ നാളെ കഴിച്ച് ഇത് നമുക്ക് എടുത്തു വെക്കണം. അതിന്റെ ഇടയിൽ കഴിച്ച് നമ്മൾ ഇന്റെ റൂം ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചു. അവിടെ വെക്കണ ഒരു ബ്ലാക്ക് ആക്കി. കൊളായിന്നും പറയാ, കൊളായിട്ടില്ല എന്നും പറയാ. രസമുണ്ട്. ഒറ്റ നോട്ടം മാത്രം നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോ രസമുണ്ട് ഗൈസ്. ഒരുപാട് പേര് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് ഗ്യാപ്പ് ഇങ്ങനെ കാണും. പിന്നെ പെയിന്റിന്റെ എണ്ണം പരിധിയൊക്കെ നമ്മൾ നോക്കി നോക്കുമ്പോ സംഭവം കുഴപ്പമില്ല. സംഭവം രസമുണ്ട് അല്ലേ. അപ്പൊ നമ്മള് പറയും റൂമില് നല്ല വിരി വിരിച്ചു. ഒരു തൽക്കണിറ അനക്കും തന്നു, ഒരു തൽക്കണിറ മോണ്ടനും കൊടുത്തു. മോണ്ടൻ ഞാനാണ്. മോണ്ടനും തന്നു. ഇനി നാളെ ബ്ലാങ്കറ്റും ഒക്കെ ഇവിടെ മിഷീനിൽ തരുമ്പോ ഇതൊക്കെ ഉമ്മ ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. ഉമ്മാന്റെ ഡ്രസ് ഇടാൻ വേണ്ടിട്ട് അവിടെ കമ്പിട്ടിട്ട്. ഇന്നത്തെ ദിവസം കഴിച്ച് നമ്മളിവിടെ കുക്ക് ചെയ്തില്ല. കുക്ക് ചെയ്യാത്ത എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുക്ക് ചെയ്യാൻ സാധനങ്ങളില്ല, അടുപ്പില്ല, ഗ്യാസ് ഇല്ല, ഒന്നുമില്ല. കാരണം എല്ലാം അവിടെ ഇവിടെയും കഴിച്ച് ആകെ കച്ചറയാണ്. എന്നിട്ട് നമ്മളിപ്പോ ഉച്ചക്ക് കഞ്ഞി ഉണ്ടാക്കിയില്ലേ. രാത്രിക്ക് കഴിച്ച് നമ്മള് ഇന്നലെ ബിരിയാണിയാണ്. 2 ദിവസത്തെ പരിപാടിയാണ് കഴിച്ച് നമ്മൾ ഈ നോമ്പും പണി. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്ന് ഉമ്മമാരോട് ചോദിച്ചു, ഉമ്മ ബിരിയാണി വേണോ? ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ബിരിയാണി മതി. എനിക്ക് പിന്നെ ബിരിയാണി ഇഷ്ടം. പിന്നെ അനുവിനോട് ചോദിച്ചപ്പോൾ ഓനും പറഞ്ഞു എനിക്ക് ഏതായാലും കുഴപ്പമില്ല. ലാസ്റ്റ് ഉമ്മമാരുടെ അടുത്ത് കഴിച്ച് എത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു ബിരിയാണി വേണ്ട, വേറെ എന്തേലും എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഗൈസ് അത് നേരെ മന്തിക്കാണ് പോണത്. പിന്നെ നമുക്ക് വേറെ നിവർത്തില്ല ഗൈസ്, മന്തി നമ്മൾ ഓർഡർ ചെയ്തിരിക്കണേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഗൈസ് ഇപ്പൊ ചോറുന്നാൻ വേണ്ടി ഇവിടെ ഇരിക്കാൻ നിൽക്കുക. മന്തി ഷവായും കൂടി ഓർഡർ ചെയ്തേ. മന്തി ഷവായും മന്തി ബിരിയാണി തന്നില്ലേ. വലിയമ്മ കൊയങ്ങിക്കണ ഗൈസ്. കാരണം എന്താ പറയാ, ഞാൻ നോക്കുമ്പോ ഉമ്മ അവിടെ നല്ല കൊളത്തിയമായിരിക്കാണ്. കടന്നുറങ്ങ നല്ല കൂടാതെക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വയസ്സ് എല്ലാത്തിനും കൂടിയതാ. എല്ലാത്തിനും കഴിച്ച് 1ാം നമ്പറായിട്ട് എല്ലാത്തിനും മുമ്പിലുണ്ട്. ഇപ്പൊ അതിന് ഒരു ഉറക്കണം, നന്നായിട്ട് കടന്നിട്ട് ഉറങ്ങാം. നാളെ രാവിലെ നീച്ചുമ്പത്തിന് ആ വെയ്യായിക്കടെ പോണം. ഞാൻ രാവിലെ ഇങ്ങനെ ചോദിച്ചപ്പോക്കെ ആശുപത്രിയിലെ പോയിട്ട് കേട്ടോ. അതിന് ഞങ്ങള് നീച്ചുമ്പത്തിന് എന്തിനാ ഞങ്ങളെയും കൂട്ടി പോയിക്കൂടെ? എന്താ ബെന്നിനെ കൂട്ടി പോയിക്കൂടെ? ബുധനാഴ്ചയല്ലേ. ബുധനാഴ്ച എന്താ മരുന്നൊക്കെ ഗുളികയും മരുന്നൊക്കെ ബുക്കിൽ വാങ്ങണം. അവിടെ പോവാ. എന്നിട്ട് ഉമ്മ ഒറ്റക്ക് പോകാനാണെങ്കിൽ ഉമ്മ ഒറ്റക്ക് ഇങ്ങനെ ബസ്സിന് പോകാനല്ലേ വിചാരിച്ചിക്കണേ. അയാളെ വെച്ച് കഴിച്ച് നമ്മളടുത്ത് സ്കൂട്ടി ഉണ്ട്, പിന്നെ ഒരു കാറും ഉണ്ട്, നമ്മളെ സ്വന്തമായ കാറും ഉണ്ട്. ഇപ്പൊ നമുക്ക് അതിലാണ് പോവാ. ഞാൻ കുറച്ച് പണിയാലുള്ളൂ. ഞാൻ കഴിച്ച് നമ്മള് ചോറ് വേവിച്ചൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്. അവിടെ കഴിച്ച് ഇമ്മ അവിടെ നേരത്തെ തന്നെ എത്തിയിരിക്കുകയാണ്. വളമ്പിക്കോടാ എന്നാ മത്തുന്ന കേട്ടോ. ഷവായി ആണേ. ചിക്കൻ തന്നെ അത്യാവശ്യം ഉണ്ടാവും. ഷവായി ഉണ്ട്, മന്തി റൈസും ഉണ്ട്. നമുക്ക് നാളെ രാവിലേക്ക് തിന്നാവല്ലോ പറഞ്ഞ് ചിലപ്പോ ഉണ്ടാവിക്കാറ്. എന്നാൽ രാവിലേക്ക് അങ്ങനെയാണെങ്കിലേ രാവിലേക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രാവിലേക്ക് ഇതുണ്ട്. എന്ത് അതിന്റെ റൈസ് ഉണ്ടാവും. നോക്കാം. സ്റ്റൂളാണ് ഗൈസ്. ഇപ്പൊ ഇനിയിപ്പോ പാത്രം എടുക്കാനൊക്കെ നമുക്ക് സുഖമാണ്. അടുക്കളേറ്റം പോകേണ്ട ആവശ്യമില്ല ഗൈസ്. മുങ്ങിയെടുക്കണം. ഇത് നിങ്ങൾ തപ്പിയെടുത്താൽ മതി നമുക്ക്. അതാണ് മമ്മ ഇങ്ങോട്ടപ്പോ പോയത്. ഉമ്മ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിക്കണേ. കുടിച്ചാൻ വെള്ളം വേണം. ഉമ്മമ്മക്ക് വേറെ സ്പെഷ്യൽ കുടിച്ചാൻ വെള്ളമൊക്കെയാണ് ഗൈസ്. ഇതൊക്കെ കണ്ടില്ലേ, ഒക്കെ അടുക്കി പൊറുക്കി വെച്ച് സെറ്റപ്പ് ആക്കി എടുത്തിക്കണേ. കസാര എടുക്കാം. കസാര അമ്മമ്മയുടെ റൂമിൽ കസാര ഉണ്ടോക്കി. മതി ഗൈസ്. ഷവായ 4 കണ്ടുണ്ടാവും പറഞ്ഞിട്ട് 4 അത് ഇങ്ങനെ പുട്ട് അങ്ങനെ ചെറിയ കണ്ടിക്കാരപ്പോ അറിയില്ല. പെട്ടുണ്ടാവില്ല തോന്നുന്നു.
അത് ഇത് ഷവായന്റെ നീരാണ്. ഷവായന്റെ നീരേക്കാരം അത് നല്ല രസമാണ് ഗൈസ്. ഈ ഒരു നീര് മസാല ചിക്കൻ അതിന്റെ മസാല. എടാ ഇന്നലെ വാങ്ങി ബിരിയാണിക്ക് എത്രയാണ് ഇന്നലെ? 638 ഇന്നലെ. 638 ഗൈസ് ഇന്നലെ നമ്മള് ഫുൾ ബിരിയാണി വാങ്ങിയത് 4 ആൾക്ക്. ഇതിന് എത്ര അറിയോ? ഇതിന് 888, ഏകദേശം 900 റുപ്യ. ബിരിയാണി മതിയേനി, നല്ല രസമുണ്ടായിനി ഇന്നലത്തെ അല്ല അത് കുഴപ്പമില്ല. ഇന്നെന്തായാലും ഗൈസ് നല്ല പണി എടുത്തിക്കണേ. ആ മുന്നേം അതേപോലെ തന്നെ സാക്കിറൊക്കെ ഉണ്ടായോണ്ട് ഗൈസ് നമ്മളെ പണി നമുക്ക് അങ്ങനെ കൂടി കൂടിയിട്ട് നമ്മള് കരയാടി. അതന്നെ പെട്ടെന്ന് തീർന്ന് കിട്ടി ഗൈസ്. ഇന്നത്തോടൊക്കെ തീർന്ന് കിട്ടി നമ്മളെ പനി അതൊക്കെ. ഉച്ചന്റെ മുമ്പ് നമുക്കൊക്കെ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് നമുക്ക് ഒരു കൂടി ഫുഡ് സെറ്റ് ആക്കണം എന്നുണ്ടായിനി. വൈകുന്നേരം ഞങ്ങൾ എന്തായാലും ചാടിക്കാൻ പോയി. നല്ലോണം പടക്കി ചാടിച്ച് നല്ലോണം അടിപൊളി. നീ പാത്രം എടുത്തേന്നൊന്നും ചോദിച്ചല്ലേ, ഇതൊന്ന് കിട്ടിയത് എടുത്തേക്കാണ്. അതിന് അതെന്തിനാ നമുക്കറിയില്ല ഇപ്പൊ കഴിച്ചു ഇവിടുത്തെ അവസ്ഥ എന്താന്ന്. നമ്മമ്മ തപ്പി തടഞ്ഞ് നിക്കാണ് ഒരു മൂലക്ക്. എന്ത് പറയാണ്? ഇത് മന്തിയാണ്, ഇത് മന്തിയാണ്, ഇത് ഷവായല്ല, ഇത് മന്തിയാണ്. ഷവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതില് ഇറച്ചിന്റെ പേര് ഇറച്ചിയാണ്. ആ ഇറച്ചി ഇട്ട് കൊടുത്ത അമ്മമ്മക്ക്. മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോറാണ്. ആ ഷവായക്കറി ഞാൻ തീ കൊഴിച്ചട്ടെ പറഞ്ഞേ. ആ അതായിക്കോ വെച്ചാലേ ഇതൊക്കെ മൊത്തം ഇക്കണ വെച്ചിട്ട് ഉമ്മ കഴിച്ച് ആദ്യമായിട്ടാണ് ഷവായ കാണുന്നത്. ഷവായ എന്ന് പറഞ്ഞ ഉമ്മ ഇറച്ചി തന്നെയാണ്. പണ്ടൊക്കെ കൊണ്ടുവന്നതിന് തോന്നണേ കൊണ്ടുവന്നിക്കണേ, പക്ഷെ ഉമ്മമാക്ക് പൊടുത്ത കിട്ടിയിട്ടില്ല. അല്ല അന്നൊക്കെ മന്തിയാണ്. ഇത് പിന്നെ തേനാണോ? തേനോ അതൊന്നല്ല. മധുരത്തില് കുറച്ച് അതുമല്ല. ഷവായി എന്ന് പറഞ്ഞ വേറെ തന്നെയാണ്. ചിക്കൻ പൊരിച്ച് ചിക്കൻ എങ്ങനെയൊക്കെയാണ് കഴിച്ച് പറയുന്നത് നമുക്കും കിട്ടൂല. ഇറച്ചിയാണ്. ഏതെങ്കിലും കടിച്ചാ കിട്ടണ പാങ്ങ് കൊടുക്കും, എല്ലില്ലാത്ത പാങ്ങ് കൊടുക്കും. എല്ല് കുറച്ച് കുറവാണ് തോന്നുന്നില്ലേ? എല്ലുണ്ടാവും, ചെറുക്കനെ പൈച്ചിട്ടുണ്ടോ? ഓന് കൊടുക്കട്ടെ ആദ്യം. അവിടെ അതാണ് കഴിച്ച് പൈച്ചാ പോലും ഒരു കരിയാത്ത പൂച്ചുണ്ട് ഇപ്പൊ ഞങ്ങക്ക്. സത്യം ഒരു നേലുമായിട്ടൊരു കരിക്കട്ട. അതിന് കാര്യം വിജ അതിന് ഒച്ചല്ല കാരണേ പൊട്ടിത്തെറുപ്പാണേ പെരുമക്കൂടെ പറയാനും. ഇപ്പൊ കഴിച്ച് നമ്മളെ പെരയില് ആകെ ഒരു പൂച്ചുള്ളൂ കേട്ടോ. ഒരു പൂച്ച മതി നമ്മക്ക് അല്ലേ? ബാക്കിയുള്ള കേസ് നമ്മള് കൊടുത്തിക്കണേ. നമുക്ക് ഒരു പൂച്ച മതി. അതാവുമ്പോ നമ്മളെ കൊണ്ട് നോക്കാനും പറ്റും. അതായത് ഈറ്റാള് ഷീറ്റും കൂടി അതിനും കൂടിയും കേറി മണ്ടൂല്ല. മറ്റേ ആകുമ്പോ ആ കൈക്കുടുത്തി കൂടെ അല്ലേ. എന്നാലും മണ്ടിക്കണ കഴിച്ച് ശീശുമകളൊക്കെ ഉള്ളൂ. നമുക്ക് എന്താ പെര കാണുമ്പോ ഒരു ഇതാണ്, ഒരു തോരയാണ്, മണ്ടാലും തോരയാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ എല്ലാരും ഇവിടെ ചോറ് കഴിച്ചിട്ട് ഇനി ചടങ്ങിലേക്ക് കടക്കട്ടെ. അതിലാണ് കയറും. ആ മൂല കൂടെ എളുപ്പമാണ് കേറാനല്ലേ? ഇവിടെ കാണാനില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കഴിച്ച് കാണൂല. കാരണം അങ്ങനെയാണത്. അതിനെ കണ്ടാ നിങ്ങക്ക് മനസ്സിലാവും. ഒരു കരിക്കട്ട പോണ വൈകിക്കാറ്. നമ്മള് വിചാരിച്ചും എന്തിനോ നേലാണ് ആ പോണെന്ന്. അല്ല, ആളാണ് ഉറങ്ങണ്ടിപ്പോ. മണം കിട്ടി എപ്പോ വരും വണ്ടി പോയിട്ടൊന്ന് കഴിച്ച് റൂമില് അതിന്റെ ഉണർത്തി നോക്കട്ടെ. ഡ്രസ് പുതിയ വെച്ചില്ലടാ. ആ കിടന്നുറങ്ങണോക്ക് കഴിച്ച്. ഞാൻ പറഞ്ഞില്ല എന്തേലും തെറ്റുണ്ട്. അവിടെ ചെങ്ങായി അവിടെ ചിക്കൻ മണക്കണ എനിക്ക് കിട്ടണുണ്ടോ? അതിന്റെ മൂക്കൊക്കെ കഴിച്ച് മണക്കണുണ്ട് ഇല്ലേ? ബാ ചിക്കൻ മണിയെ ബാ 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 പണിയോ ഞാൻ കേൾക്കൊന്നുമില്ല. ബിരിയാണി വരട്ടെ എന്നാ കഴിച്ച് നമ്മള് എന്നാ ചിക്കൻ തിന്നട്ടെ അല്ലേ? അല്ലേ മമ്മ? നല്ല രസമുണ്ട്. മയോണീസ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോ നമുക്ക് ആകെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അല്ലേ ഇപ്രാവശ്യം നമ്മള് കുറച്ച് കൂടുതൽ പറഞ്ഞാൽ എടുപ്പിച്ചിക്കണ്. ഇഷ്ടല്ലേ തക്കാളി ഉമ്മ എടുത്തോ? തക്കാളി ഉമ്മക്ക് ഇഷ്ടാ? എങ്ങനെയുണ്ട് നോക്കടാ. ഷവായ എങ്ങനെയുണ്ട് നോക്ക്. ഉണ്ടോ? ഉമ്മക്ക് പെരുത്ത് ഇഷ്ടായി. ഉമ്മക്ക് എങ്ങനെയുണ്ട്? ഞാൻ നോക്കാം. എനിക്ക് ചോറ് അത് ഒന്ന് തൊള്ളിക്കെന്ന് വെച്ച് നോക്കി. ഇതാക്കണു ഇവിടെ നീച്ചിങ്ങോട്ട് വേണ്ടാ. എടാ ഇങ്ങോട്ട് വാ. ചോറാണെന്നെ ഇങ്ങോട്ട് വാ. വരുന്നുണ്ട് പൈച്ചുകൊണ്ടോ എനിക്ക്. ഉമ്മച്ചി ഒരു പൊട്ട് വെച്ചു അങ്ങനെ കഴിച്ചു കൊടുത്തു. ഇനി ഒരു പാത്രത്തിലാക്കി കൊടുക്കണം. പാത്രമൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ആണ്. ഞങ്ങൾക്ക് ഒന്ന് തെരഞ്ഞെടുത്താണ് കൊടുക്കണം. എന്നാ നമ്മളെ പരിപാടി എന്താ? തിന്ന് കഴിയട്ടെ. നല്ലോണം വിശപ്പുണ്ട് കേട്ടോ. എല്ലാരും കഴിഞ്ഞു വെക്കണം. ഫുഡ് കഴിച്ചായിട്ട് എന്നിട്ട് നമുക്ക് സമാധാനത്തിൽ ഒന്ന് ഇരിക്കാം.
ഓന്റെ പെരിയിൽ ഇന്നേ വരെ ഓൻ പണിയെടുത്തിട്ടില്ല. മുന്നേ സാക്കിറോ രണ്ടാൾ പെരിയിലും മാതിരി പണിയെടുത്തിട്ടില്ല. നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് കാണാൻ ബാക്കി. നമ്മളെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാക്കണ് മമ്മക്ക് കുറച്ച് സെവണപ്പ് വേണം പറഞ്ഞപ്പോ സെവണപ്പ് ഒഴിച്ചു കൊടുക്കാണ്. ഇല്ല മമ്മ അല്ല ഗ്യാസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടല്ലേ, കുടിച്ചോളി. കണ്ണോ ചുമ്മേനെ കുടിച്ചോളി. സെറ്റ് ആവട്ടുണ്ട്. നല്ല രസം ഉണ്ടാവല്ലേ? അതന്നെ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിക്കോളി. മതിയോ ഞാണോ? മതിയോ? ഉമ്മ അല്ല ഉമ്മയും മൗണ്ടനൊക്കെ ആക്കണം. അവിടെ പുറത്ത് തിരുമ്പനുണ്ട്. ഈ വാഷിംഗ് മെഷീൻ ഉണ്ടായതുകൊണ്ടൊക്കെ കുറേയൊക്കെ കഴിച്ചിലാകും. നോക്കി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടാണ് തിരുമ്പിയത്. ഒക്കെ കണ്ടില്ലേ ഗൈസ്, പുറത്തത്തെ അവസ്ഥയാണിത്. ഷീറ്റും എല്ലാ സാധനങ്ങളും തോരട്ടിക്ക് തന്നെയാണ് ഇതാക്കണത്. അവിടുത്തെ പോലെ അവിടെയും ഡ്രസ്സുകൾ തോരട്ടിക്കണേ. അപ്പുറത്താ മെയിനായിട്ട് നമ്മളെ അടുക്കള ഭാഗന്റെ അവിടെ കേട്ടോ. അവിടെയൊക്കെ അതേപോലെ ഡ്രസ്സുകൾ തോരട്ടിക്കാണ്. തിരുമ്പിട്ട് തോരടുക. ആണോ? ഇത് വന്നിട്ട് തിരുമ്പിയതാ? വിരികള് മാത്രമേ കൊണ്ടിട്ടുള്ളൂ. ഈ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഉമ്മ ഇട്ടാണ് തിരുമ്പിയതാണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. അതിലും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇത്രകൂൺ ഡ്രസ്സുകൾ ഇതൊക്കെ തിരുമ്പിട്ടിയാണ്. ഇവിടെ വരെ ഉണ്ട്. ആ ഈ കട്ടൻ നമ്മളവിടെ പോയി കൊണ്ടേതല്ലേ? ആ ഓക്കെ. അങ്ങനെ ബ്ലാങ്കറ്റോ? ബ്ലാങ്കറ്റുകളുണ്ടല്ലേ? എവിടെ? നമ്മള് അടുക്കള ഇതടിച്ചാണ്ടില്ലേ? രാവിലെ തോരടാച്ചിട്ടോ ഇതേപോലെ തോന്നുമ്പോഴുണ്ടായിനി. അത് നമ്മൾ ഇന്നലെ നന്നാക്കണീന്റെ അടിയിൽ എടുത്തപ്പോ പൊട്ടിയോ? ഒന്ന് ചെറുത് വാങ്ങണം. നമ്മള് പൊട്ടുപോയി. നമ്മള് അല്ലേ തന്നെ തോന്നുമ്പോക്ക് എന്നിട്ട് എന്താ കാട്ടിയേ? ഇപ്പൊ എല്ലൊക്കെ വെച്ചാ അഡ്ജസ്റ്റ് ചെയ്യല്ലേ? ഉള്ളിക്കോട്ടെ അങ്ങനൊക്കെ കൊറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് വെക്കണ്ടേ ഗൈസ്. അഡ്ജസ്റ്റ്മെന്റ് ആണ് എല്ലാം. ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ്. ഫുള്ളി അഡ്ജസ്റ്റ്മെന്റ്. ഈ വല്ലും പുതിയ പേരിക്ക് ആക്കാതിരിക്കുമ്പോ ആക്കാ എഴുതി വെക്കുമ്പോ നമ്മളെ ചതിക്കൂലെന്നാണ് പറയുന്നത്. നമ്മളെ വിശ്വാസം അല്ലേ? അങ്ങനെ തന്നെ ആയാൽ മതി. എന്നേ ചതിക്കാനി ഗൈസ്. സത്യം. അതൊക്കെ ഇത് അവിടെ അല്ല ഞാൻ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ നാളെ പുതിയ കൊണ്ട് നോക്കണം. ആ എന്നാ അങ്ങനെ എന്നിട്ട് അവിടെ തന്നെ അടച്ചോളൂ. അത് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ. ആദ്യം അവിടെ അല്ലെങ്കിൽ എത്തുപോലിക്ക് കുറച്ച് താത്തി തയ്ക്കള. കാരണം പോലിക്ക് എത്തൂലടാ. മീൻ മമ്മിയും കൂടി പണിയെടുക്കണേ. എന്നാ അവിടെ തന്നെ മതി. എന്നാ ആദ്യം നിന്നോട്ട് തിന്നോട്ടെ. ഇതൊക്കെ ഇനി ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആകെ ഇതാവും. അല്ല അങ്ങനെയാണല്ലേ നിന്ന് വെക്കിന്. അതല്ല പഴയ പോലെ നിന്നാ പോലെ നല്ലേക്ക് നിക്കണ്ടേ? പൊട്ടി പോണാണ് വേറെ ആണികളെ കിട. മമ്മ നേരത്തെ ഏതോ ആണിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ആണിപ്പാത്രം അങ്ങനെ എന്തോ മമ്മ അവിടെ പോയി തരിയുണ്ട്. ഇതുമാടെ കഴിഞ്ഞ കഴിച്ച് അടുക്കളന്റെ പണി ഇവിടൊക്കെ ഇപ്പൊ എന്ത് വൃത്തിയില്ലേ? അല്ല പറ്റും. കൈ വിരലും പോയിക്കോട്ടോ. പണ്ട് ഞാൻ കൈ വിരലും കൂട്ടി അടിച്ച് വാങ്ങിക്കോ. ഇതുണ്ടോ വിരലും കൂട്ടി അടിച്ചിട്ടാണ് ഇത് ചുറ്റിയോണ്ട്. അങ്ങനെ അതാണ് കഴിഞ്ഞു അല്ലേ? ഞാൻ അല്ലറ ചില്ലറ സ്പൂണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞോല് വലിയ വലിച്ചു പൊളിച്ചാവോ? അതാണ് ഇപ്പൊ നാളെ ഈ ഭാഗത്ത് അടിച്ചണം. പറ്റ പൊയ്ക്കണ്. ഇവിടെ പറ്റ പൊയ്ക്കണ്.
പൊള്ള ഇതൊക്കെ ഇവിടെ നോക്ക്. അതൊക്കെ പൊള്ളയാണല്ലേ. ഉണ്ടോ ഓട്ടോണ്ടോ പൊള്ള പൊള്ള മണ്ണല്ലേ മണ്ണാണ്. എന്നാ ഇന്നത്തെ പരിപാടി എന്താ? ചെന്നിറങ്ങി കടന്നോളി. എല്ലാരും കുഴങ്ങിക്കുന്നല്ലേ. പോയിക്കോ. കടന്നോ ചെന്ന് കടന്നോളി. ഫ്രിഡ്ജിൽ കണ്ടേ അത് ഫ്രിഡ്ജിൽ വെച്ചോളി. ബാക്കി ഫുഡ് കുറച്ചുണ്ട് കേസ്, അത് ഫ്രിഡ്ജിൽ വെച്ചോളി. ആണോ? നാളെ രാവിലെ നമുക്ക് തിന്നാളുണ്ട്. എന്താ പരിപാടി എന്താന്നാ? നാളെ രാവിലെ കടി വേണ്ട. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ എല്ലാരും പോയി കടന്നുറങ്ങാം. ഓക്കെ. നാളെ നോമ്പല്ല. അപ്പൊ നാളെയും ഗൈസ് നമ്മളെ സാധാരണ ദിവസം പോലെ ദിവസം മറ്റന്നാ തൊട്ടില്ലേ അമ്മമ്മ നോമ്പാണ്. നോമ്പിന് വേണ്ടിയിട്ടില്ല പ്രിപ്പറേഷൻസ്. നാളെ ഗൈസ് സാധനങ്ങളൊക്കെ പോയി വാങ്ങാനുണ്ട്. നോമ്പിനുള്ള സാധനങ്ങൾ നമുക്ക് പോയി വാങ്ങാനുണ്ട്. അതൊക്കെ ഉണ്ടല്ലേ. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കേണ്ടി നോമ്പ് ഗൈസ് തുടങ്ങാൻ വലിയ പണിയൊന്നുമില്ല. തുടങ്ങാൻ ഇങ്ങനെ മറ്റേ കഞ്ഞിയല്ല ചോറും പയറും അങ്ങനെയൊക്കെ രാവിലെ അല്ലേ? രാവിലെ ചോറും പയറും പെലച്ചക്ക് ചോറും കൂട്ടാൻ പെലച്ചക്ക് അങ്ങനെ പെലച്ചക്ക് തുറക്കുമ്പോ പിന്നെ പത്തിരി ഇറച്ചി അത് ഇതൊക്കെ വേണ്ടേ. അങ്ങനെയല്ലേ സാധാരണ വെറുംചോറൊക്കെ ഇല്ലേ തിന്നല്. താളിപ്പും പെലച്ചക്ക് തിന്നണത് ചിക്കൻ പൊരിച്ചതും ഉണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ ഉണക്കമീൻ ഉണ്ടാവും, അല്ലെങ്കിൽ പപ്പടം ഉണ്ടാവും. ഉണക്കമീനും തിന്നാണ് പെലച്ചൂലടാ. വെള്ളം കൂടി അല്ലേ തന്നെ എന്തെങ്കിലൊക്കെ തിന്നാണ്. എന്തേലും കണ്ട് തിന്നാ അല്ലേ. അപ്പൊ ഗൈസ് എല്ലാ പരിപാടികളും നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും റമദാൻ മുബാറക് അങ്ങനെയല്ലേ പറയാ. അപ്പൊ റമദാൻ മുബാറക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലേ അമ്മ? എല്ലാരും നോമ്പ് വെക്കല്ലേ. ആരോടും ചട്ടി നോമ്പൊന്നും നോക്കരുത് പറയാം. നാളെ പറഞ്ഞ നാളെ മതിയില്ലേ. നോമ്പ് നോറ്റിട്ട് പറയാ. നമ്മ എല്ലാവർക്കും ടാറ്റ കൊടുത്തല്ലേ. എല്ലാവർക്കും അസ്സലാം പറഞ്ഞല്ലേ. അസ്സലാമലൈക്കും ഗൈസ്. ചട്ടി നോമ്പ് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഗൈസ് ചിലവര് നോക്കണുണ്ട്. എന്നെ ചിലവര് എന്നൊക്കെ പറയും. ഞാൻ വേണമെങ്കിൽ ക്യാമറ കൊണ്ട് കാട്ടിത്തരാം. അതെ പിന്നെ ഇപ്പന്മാര് രണ്ടാള് പേര്. അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇട്ടാണ്. അതെല്ലാവർക്കും അസ്സലാമലൈക്കും ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ് എല്ലാവർക്കും അസ്സലാമലൈക്കും.